ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രെഡും ഓറഞ്ചും ഉപയോഗിച്ച് കുറഞ്ഞ ടൈം കൊണ്ട് റെഡിയാക്കിയെടുക്കുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസുകൾ ഉപയോഗിച്ച് അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഷുഗറിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ ഷുഗർ ഉപയോഗിച്ച് ഒരു കാരമൽ സിറപ്പ് റെഡിയാക്കിയെടുക്കണം. ഇടത്തരം ചൂടിൽ വെച്ച് ഒട്ടും വെള്ളം ചേർക്കാതെ ഈ ഷുഗർ ഒന്ന് വഴറ്റിയെടുക്കണം. ഷുഗർ വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് ഡാർക്ക് കളറിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡാർക്ക് കളറിലായാൽ കയ്പ്പ് വരും. ഗോൾഡൻ കളറിലാവുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ തീ നന്നായി കുറച്ചതിന് ശേഷം കുറേശ്ശെയായി ചേർത്ത് കൊടുക്കണം. ഒന്നിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ ഷുഗർ പൊട്ടിത്തെറിച്ച് ദേഹത്തിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ചേർത്ത ഷുഗറും വെള്ളവും നന്നായി മിക്സായി വന്നു. ഇനി ഇത് 1 മിനിറ്റ് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ അടുപ്പും ഓഫ് ചെയ്തു. ഇനി ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം 1 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് നന്നായി ചൂടാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകളൊന്ന് റെഡിയാക്കിയെടുക്കണം. ഇതിലേക്ക് 4 പീസ് ബ്രെഡാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവിലും മാറ്റം വരുത്താം. ഇനി ഇത് ഒട്ടും ഓയിൽ ചേർക്കാതെ 2 സൈഡും ഗോൾഡൻ കളറിൽ ചൂടാക്കിയെടുക്കണം. ഞാനിത് റൗണ്ട് ഷേപ്പിലാണ് മുറിച്ചെടുത്തത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. ഞാനിതിലേക്ക് 2 ഓറഞ്ചാണ് എടുക്കുന്നത്. ഏത് ടൈപ്പിലുള്ള ഓറഞ്ചും നമുക്കിതിനു വേണ്ടി എടുക്കാം. നമ്മളെടുക്കുന്ന ബ്രെഡിൻ്റെ അളവിനനുസരിച്ച് ഓറഞ്ചിൻ്റെ എണ്ണത്തിലും വ്യത്യാസം വരും. ഓറഞ്ചിൻ്റെ കുരുവും തൊലിയും എല്ലാം നീക്കി ഇനി നമുക്കിത് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തു. താല്പര്യമുള്ളവർക്ക് ഇത് അരിച്ചെടുത്ത് ഇതിൻ്റെ ജ്യൂസ് മാത്രം ഉപയോഗിക്കാം. ഞാനിത് അരിച്ചെടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസുകളും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഈത്തപ്പഴം ചേർക്കണം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഈത്തപ്പഴത്തിൻ്റെ ക്രീമാണ് ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ ഈത്തപ്പഴത്തിൻ്റെ ക്രീം ഇല്ലെങ്കിൽ 4-5 ഈത്തപ്പഴം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് വാനില എസൻസും ചേർത്തു. നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് ഇപ്പോൾ നന്നായി ചൂടാറി വന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് അരച്ചെടുത്തു. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ റെഡിയാക്കിയെടുത്ത ഓറഞ്ച് ക്രീമിൽ നിന്ന് അല്പം ഓറഞ്ച് ക്രീം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. ബാക്കിയുള്ള ക്രീം നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് അല്പം കാഷ്യൂ നട്ട്സ് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കണം. നട്ട്സ് നമുക്കിഷ്ടമുള്ളതെല്ലാം ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ബ്രെഡിൻ്റെ പീസുകൾ ചേർത്ത് നന്നായി മുക്കിയെടുക്കണം. ഇങ്ങനെ മുക്കിയെടുത്ത ബ്രെഡ് പീസുകൾ നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. 1-2 ബ്രെഡ് പീസുകൾ സെയിം മെത്തേഡിൽ മുക്കിയെടുത്തതിന് ശേഷം സർവിങ് ഡിഷിൽ സെറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് അല്പം കാഷ്യൂ നട്ട്സ് പൊടിച്ചതും ബ്രെഡിൻ്റെ പീസുകൾ മുങ്ങി നിൽക്കുന്ന വിധത്തിൽ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഓറഞ്ച് ക്രീമും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. 10 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് സർവ് ചെയ്യാം. തണുത്ത പുഡിംഗ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ 10 മിനിറ്റിന് ശേഷം ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ ടേസ്റ്റിലുള്ള അടിപൊളി പുഡിംഗ് ഇവിടെ റെഡിയായി. കഴിക്കാൻ വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും കഴിയും. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.